ഹായ് വെൽക്കം ടു അവർ ചാനൽ ടുഡേ സ്പെഷ്യൽ. ഇന്ന് നമ്മുടെ വീട് പണിയുടെ 10ാമത്തെ ദിവസമാണ്. നമ്മുടെ ബേസ്മെൻറ്റ് ഫുള്ളായിട്ട് മണ്ണിട്ട് നിമത്തി കഴിഞ്ഞു. നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ ലോറി കയറാൻ വേണ്ടി ഇട്ടിരുന്ന സ്ഥലമാണ് ഇനി ബാക്കിയുള്ളത്. അവിടെ നമ്മൾ കുഴിച്ചിട്ട് കരിങ്കല്ല് കെട്ടി അടയ്ക്കാനുള്ള ജോലിയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ആ സൈഡ് ഫുള്ള് കുഴിച്ച് അവിടുത്തെ മണ്ണെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം കരിങ്കല്ല് കെട്ടി അടയ്ക്കാനാണ് നമ്മളെ പ്ലാന്. അത് ഇപ്പോൾ ഏകദേശം ഫുള്ളാ കരിങ്കല്ല് വെച്ച് കെട്ടി അടച്ചു കഴിഞ്ഞു. ആ ഒരു സൈഡ് അടച്ചു, അപ്പുറത്തെ സൈഡും കരിങ്കല്ലാണ്. ഫ്രണ്ട് സൈഡ് ഫുള്ള് കരിങ്കല്ല് കൊണ്ട് കെട്ടി അടച്ചു. ഇനി അതിനകത്ത് ആ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്യണ ജോലിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ ബേസ്മെൻറ്റും കവറായി കഴിഞ്ഞു. ഇത് ഫുൾ ബേസ്മെൻറ്റിനകത്ത് മണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ പില്ലർ ചെയ്തതിന് ശേഷം ഏകദേശം 10-20 ദിവസം നമുക്ക് സമയം കിട്ടി പില്ലറിന് സെറ്റ് ആവാനൊക്കെ വേണ്ടി. 14 ദിവസമാണ് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും നമുക്കൊരു 20 ദിവസം സമയം കിട്ടി. അത് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഇത്രയും ദിവസം സമയം കിട്ടുമ്പോൾ കുറേ കൂടെ നല്ല സെറ്റാവും. എന്തായാലും മണ്ണ് എല്ലായിടത്തും ഒരേപോലെ ഫില്ലായിട്ടുണ്ട്. ഇനി അത് നിരത്തിയിടുന്ന ജോലിയാണ് നമ്മുടെ പണിക്കാർ ചെയ്യുന്നത്. ഒരാളെ നിർത്തി അത് ഫുള്ളായിട്ട് ഒരേപോലെ ഒരേ ലെവലിലേക്ക് ലെവൽ ചെയ്ത് ഇടുന്ന ജോലിയാണ് ഇന്ന് നടക്കുന്നത്. അത് ലെവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പണി ചെയ്യുക. എന്തായാലും ഈ മണ്ണ് വന്ന് അത് നിറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിനൊരു സന്തോഷം. കാരണം ഇത്രയും ജോലിയാണ് കുറച്ച് നമുക്ക് ടഫായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ അതിനകത്ത് വെള്ളം അടിക്കുന്ന ജോലിയാണ് ഇനിയുള്ളത്. പമ്പ് വെച്ച് കിണറിൽ നിന്ന് നമ്മളിവിടെ നേരത്തെ ഒരു കിണറെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്കൊരു 9,000 രൂപയായി. 13 ഉറ ഇറക്കിയ ഒരു കിണറാണ്. അപ്പോൾ ആ കിണറിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ട്. അതിൽ പമ്പ് വെച്ച് വെള്ളം അടിച്ച് ഇതിനകത്ത് നിറയ്ക്കുക. ഇത് ഫുള്ളായിട്ട് നിറഞ്ഞ് മണ്ണ് താഴ്ന്നാലേ നമുക്ക് സെറ്റായാലേ നമുക്ക് അടുത്ത പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ പണിക്കാരൻ അതിന് നിറയെ വെള്ളം അടിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. മാക്സിമം വെള്ളം വീണാലേ അതിനകത്തേക്ക് മണ്ണ് താന്ന് സെറ്റാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മാക്സിമം വെള്ളം അടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് മണ്ണ് താഴുന്ന സ്ഥലങ്ങളെല്ലാം ചവിട്ടി താക്കുന്നുമുണ്ട്. ഇനി ഒരു ഇടികട്ട കൊണ്ട് ഫുള്ളായിട്ട് ഇടിച്ച് താക്കണം നല്ലപോലെ. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ആ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് അത് ചെളിയാക്കി ഇട്ടതിന് ശേഷമാണ് അത് ചവിട്ടി താക്കുന്നത്. ഇപ്പോൾ തന്നെ പണിക്കാരൻ താഴുന്ന സ്ഥലമൊക്കെ നല്ലപോലെ ചവിട്ടി താക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഇടികട്ടയും കൂടെ വാങ്ങി അത് ഇടിച്ച് താക്കണം നല്ലപോലെ. ഇനി ഒരു 2 ദിവസം 3 ദിവസമൊക്കെ വെള്ളം അതിനകത്ത് കെട്ടി നിന്നാൽ അത്രയും നല്ലത്. മഴ പെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇപ്പം നമ്മളവിടുത്തെ കാലാവസ്ഥ മഴയുടെ കാലാവസ്ഥ അല്ലാത്തത് കൊണ്ട് മഴയില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വെള്ളം അടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത് നിറഞ്ഞതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ചവിട്ടി താക്കുന്ന ജോലിയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.